ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, അതിൻ്റെയൊക്കെ പ്രിലിംസിൻ്റെ ആ ഒരു പേപ്പർ സിലബസ് എങ്ങനെയാണുള്ളത് നമ്മളൊന്ന് നോക്കിയിരുന്നു. അതുപോലെ തന്നെ മെയിൻസിൻ്റെ നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. എങ്ങനെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ LDC എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ട് കുറേ പേര്, അതുപോലെ തന്നെ ഇനിയും എഴുതാനുള്ളവരുണ്ട്. എനിവേസ് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്കത് കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണെന്നറിയോ, ബി റെഡി ഫോർ എ ഗുഡ് സ്റ്റാർട്ട്. അതായത് ഓൾറെഡി LDC എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണ്, അതും 10th ബേസ്മെൻറ്റിൽ നടന്ന ഒരു എക്സാമാണ്, ഇനി നടക്കാനുണ്ട് കുറേ പേർക്ക്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു അനുഭവം നമുക്കുണ്ട്. അത് ചിലവർക്ക് എളുപ്പമായിരുന്നിരിക്കാം, ചിലവർക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഇതായിരിക്കാം, ചിലർക്ക് ഭയങ്കര ടഫ് എന്നുള്ളതായിരിക്കാം. അപ്പോൾ എനിവേസ് ആ ഒരു എക്സാം അവിടെ കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇനി എന്താണ് കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയാനേ എന്നുള്ള തോന്നലുകളൊക്കെ സ്വാഭാവികമായിട്ട് വരും. കാരണം അതൊരൊറ്റ പരീക്ഷയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് കുറേയധികം എന്താണ് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് കുറേയധികം നമ്മൾ ചിന്തിക്കാതെ ഇനിയുള്ളതിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്താണ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് തന്നെ വീണ്ടും കൊടുക്കുക. ഓക്കെ, അവിടെ തെറ്റിപ്പോയ സംഭവങ്ങളും അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷനായ കാര്യങ്ങളെ കുറിച്ച് ഒന്നും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി എന്താണ് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മുടെ പഠനം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റാർട്ടിന് വേണ്ടി റെഡി ആയിരിക്കുക. ഓക്കെ, അത് അത് മെൻ്റലി നമ്മൾ എന്താണ് ഓക്കെ ആക്കി ഇരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, റെഫർ ദ സിലബസ് തറലി. അപ്പോൾ നമ്മൾ ആദ്യമേ സിലബസ് ഒന്ന് ജസ്റ്റ് കണ്ടിരുന്നു. എന്നാലും പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ആ സിലബസ് ഒന്ന് കൃത്യമായിട്ട് നോക്കണം. കാരണം പ്രിലിംസിൻ്റെ പേപ്പറിൽ നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നു, മെയിൻസിലുള്ള പോർഷൻസിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിലിംസിന് വരുന്നില്ല. എനിവേസ് അതിൻ്റെ ഓരോന്നിൻ്റെ ഇപ്പോൾ 60 മാർക്സോളം ഓരോരോ, അതായത് 10 വെച്ച് 6 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻസിന് നമ്മൾ സ്പെസിഫിക് സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ട് കണ്ട കാര്യങ്ങളല്ല പ്രിലിംസിൽ കാണുന്നത്, കുറേ ഏരിയാസ് തന്നിട്ട് അതിലാണ്. അപ്പോൾ ആ ഒരു ഏരിയാസൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഒഴിവാക്കേണ്ട, അതായത് ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ലാത്ത, അതായത് മെയിൻസിൻ്റെ ആ ഒരു ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു പോർഷൻ എക്സ്ട്രാ കവർ ചെയ്താൽ മതിയല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതല്ല എന്നുള്ളവർക്ക് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞ പോലെ മെയിൻസിനും കൂടെ കണക്കാക്കി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം, അതുകൊണ്ട് യാതൊരു തെറ്റില്ല. പക്ഷേ പ്രിലിംസ് തന്നെ വളരെ ടഫായി തോന്നുന്ന കുറേ പേരുണ്ടാകാം, അതായത് കുറേ അധികം പോർഷൻസ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരുണ്ടാകാം. അപ്പോൾ അവർക്ക് എന്താണ് തീർച്ചയായിട്ടും ആ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയാസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനനുസരിച്ച് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം. ഏതൊക്കെ ഏരിയാസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, കാരണം SCRT ടെക്സ്റ്റ് പാഠഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് റെഫർ ചെയ്യേണ്ടതുണ്ട്. കാരണം ടെക്സ്റ്റിൻ്റെ അതേപോലെ തന്നെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് അല്ലേ. മൂന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, അനലൈസ് ദ LDC ലേറ്റസ്റ്റ് LDC ക്വസ്റ്റൻസ്. അതായത് ഇപ്പോൾ കുറേയധികം സ്റ്റേജസിലായിട്ട് നടന്ന LDC പേപ്പറുകളൊന്ന് വിലയിരുത്തുക, അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ആൻസർ ചെയ്യുക എന്നുള്ളതല്ല, ജസ്റ്റ് ആ ഒരു ക്വസ്റ്റൻസിലൂടെ ഒന്ന് പോകുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇതുവരെയുള്ള ഒരു അറിവ് വെച്ചിട്ട് ഓക്കെ ആണോ, എനിക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. വളരെയധികം എന്താണ് ഇപ്പോഴും കൺഫ്യൂസിങ്ങും അതുപോലെ തന്നെ കിട്ടാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഏരിയാസ് ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ് LDC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു വീക്ക്നെസ് ഏത് ഏരിയയിലാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. കാരണം ലേറ്റസ്റ്റ് LDC ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ ആ ഒരു PSCയുടെ പാറ്റേൺ ആണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് അതിനനുസരിച്ചുള്ള ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ. അതിപ്പോൾ ചിലതിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്, ചില സ്റ്റേജിൽ ചിലത് ഡയറക്റ്റ് ആണ്, കറണ്ട് അഫയേഴ്സ് കുറച്ച് ടഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഏരിയാസാണ് സ്ട്രോങ് ആക്കേണ്ടത് എന്നുള്ളതിൻ്റെ ആ ഒരു വിലയിരുത്തൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത്, LDC ക്വസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നത്. എനിവേസ് അത് മെയിൻസ് ലെവലിലാണ്, മെയിൻസ് രീതിയിലാണ് നടന്നത് എങ്കിൽ പോലും നമുക്കറിയാമല്ലോ സിലബസിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഇല്ലാത്തതെന്ന് പ്രിലിംസിൻ്റെ ഇതിൽ. അപ്പോൾ അത് മാറ്റി നിർത്തി ബാക്കിയുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് LDCയുടെ ആ ഒരു ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീക്ക് പോർഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, വീക്ക് പോർഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും, ഏതൊക്കെ ഏരിയാസ് ആണ് ഇനിയും കൂടുതൽ പഠിക്കേണ്ടതുള്ളത്. ഓക്കെ, നമുക്ക് ഓൾറെഡി എന്താണ് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ആദ്യമേ നമ്മൾ പഠിക്കാനുള്ള ആ ഒരു ഇതിൽ ഇടുന്നതിന് പകരം നമ്മൾക്ക് അപ്പോൾ ജനറലി ഇപ്പോൾ മിക്കവരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ എളുപ്പമായിട്ടുള്ള പോർഷൻസ് നമ്മൾ ആദ്യം ഒന്ന് പഠിച്ച് മാറ്റാനുള്ള ഒരു രീതിയിലിരിക്കും ചിലപ്പോൾ. പക്ഷെ നമുക്ക് പ്രാവശ്യം മാറ്റി പിടിക്കണം, അതായത് നമുക്ക് ഓൾറെഡി അറിയാം അത്യാവശ്യം ഒരു ബേസ്മെൻറ്റ് ഉണ്ട് എന്നുള്ള പോർഷൻസിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇപ്പോഴും സ്റ്റിൽ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന, നമ്മൾ ഈ ഒരു ഏരിയയിൽ വീക്കാണ് എന്ന് തോന്നുന്ന പോർഷൻസിന് നമ്മൾ എന്താണ് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുക പഠിക്കാൻ. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം. നമ്മൾ ഓരോ ആഴ്ചത്തേക്ക് പഠിക്കേണ്ട പോർഷൻസ് സെറ്റ് ചെയ്യുമ്പോൾ വീക്ക് ആയിട്ടുള്ള പോർഷൻസിന് കൂടുതൽ എന്ത് ചെയ്യുക, പ്രിഫറൻസ് കൊടുക്കുക. കാരണം അതാണ് നമുക്ക് ഇനിയും കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അതിൻ്റെ റിവിഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വീക്ക് പോർഷൻസ് ആദ്യമേ ശ്രമിക്കുക. കാരണം നമ്മൾ ഓൾറെഡി LDCയുടെ കുറച്ച് പഠിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ് തീർച്ചയായിട്ടും ഇപ്പോൾ ആ ഒരു എക്സാം എഴുതിയെന്ന് മനസ്സിലായി കാണും, സ്റ്റിൽ പ്രശ്നങ്ങളുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു കാര്യം വീക്ക് ആയിട്ടുള്ള ഏരിയാസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്
ആ ഒരു ഏരിയ നമുക്ക് സ്ട്രോങ് ആക്കണം. പിന്നീട് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ആ ഏരിയാസിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്ക് നല്ലൊരു സ്കോറിംഗിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. അത് ഈ പോർഷൻസിന് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഇപ്പോഴും എന്താണ് ആ ഒരു തുടക്കം തുടങ്ങുമ്പോൾ എന്താണ് വീക്കായിട്ടുള്ള ഏരിയ നമുക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് പോലും ആയിരിക്കില്ല. പക്ഷേ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് നോക്കാം, ചിലപ്പോൾ ആദ്യത്തിൽ മനസ്സിലാവില്ല, വീണ്ടും നോക്കുക, അങ്ങനെ ചെയ്യാം. ഓക്കെ. ദെൻ അടുത്തൊരു കാര്യം, ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ പോർഷൻസ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ ഈച്ച് വീക്ക്. ഓരോ ആഴ്ചയിലും നമ്മൾ പഠിച്ചു വെച്ച പോർഷൻസ്, അതിപ്പോൾ ആദ്യത്തെ ദിവസം ഇപ്പോൾ ഒരു വീക്കിൽ നമ്മൾ ഫസ്റ്റ് ഡേയിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഒരു ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഡേയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്, ദെൻ സെക്കൻഡ് ഡേയിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നോക്കി, അങ്ങനെ നമുക്ക് ആ ഒരാഴ്ചയിൽ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ഓരോ ദിവസത്തിലും എന്താണ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം എല്ലാം കൂടെ ഓരോ ദിവസം പഠിച്ചത് ലാസ്റ്റ് ഒരു വീക്കിൽ പോയി എഴുതാതെ ഒരു ദിവസവും വെച്ച് എഴുതി പോകാം നമ്മൾ എന്തൊക്കെ പഠിച്ചു പോർഷൻസ് എന്ന്. അപ്പോൾ നമുക്ക് സിലബസ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ടെന്ന്. സോ നമ്മളിങ്ങനെ ഓരോ വീക്കിൽ ചെയ്തതിൻ്റെ ആ ഒരു ഡാറ്റ നമ്മളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ ബുക്ക് നോക്കുമ്പോൾ ഇത്രയും കവർ ഞാൻ കവർ ചെയ്തു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ റിവിഷനും പ്രോപ്പറായിട്ട് നടത്തണം. ഓക്കെ. അടുത്തത് വേറെ ഒന്നുമല്ല, അറ്റൻഡ് എ മോക്ക് ടെസ്റ്റ് വീക്ക്ലി ആൻഡ് റൈറ്റ് ഡൗൺ യുവർ സ്കോർസ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു വീക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്ത് നോക്കാം. 100 മാർക്സിൻ്റെ തന്നെ. അപ്പോൾ നമുക്ക് എത്രത്തോളം ആ ഒരു, ഇപ്പോൾ നമ്മൾ മുൻപത്തേലും പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ സാധിച്ചു, അതും കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഓക്കെ. ചിലപ്പോൾ ആദ്യത്തേലൊന്നും നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഓരോ എഴുതുന്ന മോക്ക് ടെസ്റ്റിൻ്റെ മാർക്സ് നമ്മൾ എഴുതി വയ്ക്കാം. കൂടി വരുന്നുണ്ടോ, ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടോ, ഓരോ ഏരിയയിൽ നിന്നുള്ളത് കൂടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ 100 മാർക്കിൻ്റെ നമ്മൾ ഒരു കൃത്യം ടൈം വെച്ചിട്ട് തന്നെയാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് പരീക്ഷയ്ക്കും എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ മുമ്പത്തേലും പറഞ്ഞു, OMR ഷീറ്റ് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനുള്ള ഷീറ്റ് കിട്ടുമല്ലോ, റഫായിട്ടുള്ളത്, അതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ടൈം എത്ര നമ്മൾ ഓരോന്നിന്, അതായത് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. പലപ്പോഴും നമ്മൾ ധൃതിയിൽ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു സാധ്യതയൊക്കെ ഒഴിവാക്കി നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ടൈമിനുള്ളിൽ ബബിൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ. സ്റ്റിൽ ടൈം പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് സെറ്റായിരിക്കുന്നവരുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം നമ്മളുടെ സ്കോർസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടെന്ന് നമുക്ക് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു തോന്നലുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം എഴുതുന്നത് കുറവായിരിക്കാം, പക്ഷേ പിന്നീട് ഇങ്ങനെ എഴുതും തോറും നമ്മൾ അതിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങും. ഓക്കെ. നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ കാണാൻ തുടങ്ങും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഏരിയയിൽ നിന്നൊക്കെ ഉണ്ടല്ലേ ചോദ്യങ്ങൾ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു ഏരിയയൊക്കെ പഠിക്കണം. പിന്നീട് നമുക്ക് കൂടും, ഒബ്വിയസ്ലി കൂടി നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിലേക്കുള്ള ഒരു സ്കോറിംഗിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് വേറെ ഒന്നുമല്ല, ഹിയർ സം മോട്ടിവേഷണൽ ഓർ ഇൻസ്പിറേഷണൽ ടോക്സ് വീക്ക്ലി ടു ഗെറ്റ് എ പോസിറ്റിവിറ്റി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളിങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിരിക്കുകയാണ്, അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ആ ഒരു മൈൻഡ്, ഒരു നെഗറ്റീവ് മൈൻഡ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇത്രയൊക്കെ പഠിച്ചിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല ആ ഒരു എക്സാമിന് എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവും. ഓക്കെ. സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് ഒരു ഫീലിംഗ്, ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ എന്തിനാണ് ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്കിത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഒരു വീക്കിലി അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സമയം കിട്ടുമ്പോഴാണെങ്കിലും നമ്മളൊരു മോട്ടിവേഷണൽ ടോക്ക് അല്ലെങ്കിൽ എന്താണ് ആരെങ്കിലും ഒക്കെ ഇൻസ്പിറേഷണൽ ടോക്സ് ഒക്കെ ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട് അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. വളരെയധികം എന്താണ് നമ്മൾ വളരെയധികം അങ്ങനെയുള്ള ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്നെക്കൊണ്ടും സാധിക്കും എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വരും. ഓക്കെ. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എനർജൈസ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ. നമ്മൾ ചെയ്യുന്നത് ഏത് പ്രവൃത്തിയാണെങ്കിലും അതൊന്നും കൂടെ ഫാസ്റ്റ് ആക്കാനും അതുപോലെ തന്നെ അത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനും സഹായിക്കും ഇങ്ങനെയുള്ള ടോക്സ് നല്ലോണം കേട്ട് കഴിഞ്ഞാൽ. ഓക്കെ. ഇങ്ങനെ മോട്ടിവേഷണൽ ആയിട്ടുള്ളത്. കാരണം നമ്മളപ്പോൾ ചിന്തിക്കും, ഇത്രയും കടന്നു വന്നവർ, വലിയ ആൾക്കാരൊക്കെ ഇത്രയും കടന്നു വന്നവരാണ്, ഇത്രയും ബുദ്ധിമുട്ടുകൾ കടന്നു വന്നവരാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ എന്താണ് നമുക്ക് സാധിച്ചില്ല, ഓക്കെ, കഴിഞ്ഞു, ഫാസ്റ്റ് ഇസ് ഫാസ്റ്റ്. ഓക്കെ. അപ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു ചെയ്യുന്ന പ്രവൃത്തി ഒരു സ്ലോ ഡൗൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കാരണം ഈ ഒരു ഇതില്ലേ കുറച്ച് സമയം എന്നുള്ള ആ ഒരു കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, പഠനമൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആവും. ഓക്കെ. കുറേയധികം ഇങ്ങനെ ഹെക്ടിക് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ വർക്കും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് കുറച്ച് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആകും. അപ്പോൾ നമ്മൾ മോട്ടിവേഷണൽ ടോക്സോ അങ്ങനെയുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിനെ ഒന്ന് പോസിറ്റീവ് ആക്കി നിലനിർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എന്താണ് ബെറ്റർ ആകും. നമ്മൾ കുറേ കാര്യങ്ങൾ എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്താണ് ആ ഒരു ഫോക്കസോട് കൂടിയും കോൺസെൻട്രേഷനൊക്കെ കൂട്ടി നല്ലൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി നമുക്ക് സമീപിക്കാൻ സാധിക്കും കേട്ടോ. യും ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്തിട്ടുണ്ടാവും, കമ്പാരിസൺ അല്ലെ, നിരന്തരം കമ്പാരിസൺ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഇനി
അത് നമ്മളെ എത്രയ്ക്കധികം ബാധിക്കും എന്നുള്ളത് അവർ കമ്പാരിസൺ ചെയ്യുന്നവർ ചിന്തിക്കാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ. അവർ നമ്മുടെ മുന്നിൽ വരുന്നത് തന്നെ കമ്പാരിസൺ പെട്ടി വരച്ചിട്ടായിരിക്കും മനസ്സിൽ. അതിൽ അവരെന്താണ് നമ്മുടെ ഏജ് ഉള്ളവരെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവരെയൊക്കെ നമ്മളായിരിക്കും കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഹൗ ക്യാൻ വി കമ്പയർ ടു ഡിഫറെൻറ്റ് പേഴ്സൺസ് ഹു ആർ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ഹു ആർ ഫേസിങ് ഡിഫറെൻറ്റ് തിങ്സ്. ഓക്കെ. അപ്പോൾ പല പല കാര്യങ്ങളിലും വ്യത്യസ്തമായി അല്ലെങ്കിൽ വ്യത്യസ്തരായി ഇരിക്കുന്നവരെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ പോയ ലൈഫ് സിറ്റുവേഷൻസിലൂടെ ആയിരിക്കില്ല അവർ പോയിട്ടുണ്ടാവുക. ഓക്കെ. നമ്മുടെ സ്കില്ലും ടാലന്റും അല്ല അവരുടെ സ്കില്ലും ടാലന്റ്. ഓരോരുത്തരും ഓരോരുത്തരുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. നമുക്കൊരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം എല്ലാ തരത്തിലും ഒരുപോലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ ഇതിലിരിക്കുന്നവരെ നമുക്ക് കമ്പയർ ചെയ്യാം. പിന്നെയും അതൊരു ലോജിക്കായിട്ട് നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഓക്കെയാണ്. ഓക്കെ. പക്ഷെ അല്ലാത്ത പക്ഷം നമുക്ക് എങ്ങനെ 2 വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ പോകുന്നവരെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതൊക്കെ ഓരോരുത്തർക്കും എന്താണ് അവരുടേതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ സമയമായിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ. എന്ന് വെച്ച് അവൻ ഒരിക്കലും എന്താണ് ആ വ്യക്തി ഭാവിയിൽ ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ പോകുന്നില്ല, വിജയത്തിലെത്താൻ പോകുന്നില്ല എന്നൊന്നും അർത്ഥമില്ല. ഓക്കെ. എല്ലാവരും മനസ്സിൽ ഇപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളല്ല അവർ അല്ലെ. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തരാണ്. നമുക്ക് നമ്മുടേതായ സ്കില്ലുണ്ട്. എത്രയൊക്കെ നമ്മൾ എന്താണ് കഴിവില്ലേന്ന് സ്വയം ചിലപ്പോൾ ചിന്തിച്ചു പോകുന്നവരാണ്. എനിക്ക് എന്താ ഇതിനൊന്നും സാധിക്കില്ലെന്ന്. അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ. ഏതൊരു വ്യക്തിക്കും അവരുടേതായ കഴിവുകളുണ്ട്. എന്തൊക്കെ ചെയ്താലും എന്താണ് അത് നമ്മൾ തിരിച്ചറിയുന്ന സമയം തൊട്ട് അവിടം തൊട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? വിജയിക്കാൻ തുടങ്ങും. കാരണം എന്താ അറിയോ? അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ എന്താണ് മാറും. ഓക്കെ. അപ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ. എപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലാവുന്നു അപ്പോൾ നമ്മുടെ വിജയത്തിന്റെ ആ ഒരു പാതയിലേക്ക് നടത്തവും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കമ്പാരിസൺ നടത്തുന്നവർ നടത്തിക്കോട്ടെ. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ രീതികൾ, അവരുടെ ചിന്താഗതി. ഓക്കെ. എനിവേസ് അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് എന്താണ് ഒരു പ്രേരണയാണ്. നമ്മൾക്ക് വിജയിച്ച് കാണിക്കാനുള്ള അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാനുള്ള ഒരു അവസരം അവരായിട്ട് തന്നെ തരുകയാണ് അല്ലേ. ആ കമ്പാരിസൺ ശരിയായിരുന്നില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇതാണ് കിട്ടുന്നത്. ഓക്കെ. അങ്ങനെ നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക. എത്രയൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ഒരിക്കലും നമ്മളും ചിന്തിച്ചു പോകും എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത വരും. സർട്ടൻലി അത് വന്നിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു ചിന്തയൊന്നും വേണ്ട. ആ സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേഷൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ വിജയിച്ച കണ്ട കുറേ പേരുടെ ഈവൻ നമുക്ക് കണ്ടാൽ അറിയാം ഇഷ്ടം പോലെ PSC പഠിച്ച് ജയിച്ചവർ ഒട്ടേറെ സ്ട്രഗിൾസിലൂടെ കടന്നിട്ടൊക്കെയാണ് അവർ വിജയിച്ചിട്ടുള്ളത്. ഓക്കെ. അത്രയധികം കഷ്ടപ്പെട്ട് കുറേയധികം കാര്യങ്ങളുടെ ഇടയിൽ പഠിച്ചു നേടുന്നവരുണ്ട്. അവരുടെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു രോമാഞ്ചം വരും അല്ലെ. അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഫയർ ഉണ്ട്. അത് നമ്മൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാം. ഓക്കെ. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു വിൽ വിൻ വൺ ഡേ ബട്ട് ഫോർ ദാറ്റ് യു ഹാവ് ടു വർക്ക് ഹാർഡ് ഫ്രം ദിസ് മൊമെന്റ്സ്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഒരു ദിവസം വിജയിച്ചിരിക്കും. പക്ഷെ ഇന്നത്തത് നമ്മുടെ ഡേ അല്ല. അത്രയും വിചാരിക്കുക. ഓക്കെ. അപ്പോൾ വൺ ഡേ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ ഇരിക്കുക. കാരണം നമ്മുടെ കയ്യിലല്ല ഒരു കാര്യങ്ങൾ. പഠിക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മളുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ്, നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികളാണ്. അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ബാക്കിയൊക്കെ എന്താണ് വരണ പോലെ വരട്ടെ എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടി തന്നെ ഇരിക്കുക. ഓക്കെ. നമുക്ക് ഒരിക്കലും എന്താണ് അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ ആകും അങ്ങനെ തന്നെ ആകും എന്ന് പറയാൻ പറ്റില്ല. ഇതിനൊരു മാറ്റം വരും. ഇപ്പോൾ എന്താണ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ കൂടി ഒബ്വിയസ്ലി വൺ ഡേ ഇത് മാറും. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിരന്തരമായ ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്. ഓക്കെ. അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ സന്തോഷവും വലുതായിരിക്കും. കാരണം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരാൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ സന്തോഷം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓക്കെ. അത്രയും അധികം എന്താണ് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ഒരു വിജയമായിരിക്കും അത്. ഓക്കെ. അപ്പോൾ ഒന്നും സിമ്പിളായിട്ട് കിട്ടില്ല. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുക ഒന്നും സിമ്പിളായിട്ട് കിട്ടുന്നതല്ല. പെട്ടെന്ന് എന്തൊക്കെ ചെയ്താലും സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല. എല്ലാത്തിന്റെ പിന്നിലും ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഓക്കെ. ലക്ക് എന്ന് പറയുന്നതുണ്ട്. ഓക്കെ. ഒരു എന്താ പറയാ തീർച്ചയായിട്ടും ഒരു കുറച്ച് ശതമാനം നമുക്ക് ലക്ക് എന്ന് തന്നെ പറയാം. ഓക്കെ. ബാക്കി നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ ആ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ആ ഭാഗം എന്താണ് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ദെൻ നെവർ ഗീവ് ഇമ്പോർട്ടൻസ് ടു എനിത്തിങ് ദാറ്റ് ഡെസ്പറേറ്റ്സ് യു. സോ ബിലീവ് യുവർ സെൽഫ്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾക്കും നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ബാധിക്കുന്ന അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അതിന് വേണ്ടിയിട്ട് നന്നായി പ്രവർത്തിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നമ്മളിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം എഫിഷ്യൻ്റ് ആവുള്ളൂ. എന്താണ് വളരെയധികം എനർജറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സാഡ് മൂഡിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് വേർഡ്സ് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. കാരണം പല പല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ചുറ്റിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പറയേണ്ട ആവശ്യമില്ല. ഇത് കാലം കുറേ ആയില്ലേ ഇരിക്കുന്നു പഠിച്ചത് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഓക്കെ. എന്നാലും അവരുടെ ആ ഒരു ആത്മവിശ്വാസം അവർ ചെയ്യുന്ന ഹാർഡ് വർക്ക് അതൊന്നും കാണാൻ ചിലപ്പോൾ അവരെ കൊണ്ട് സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അവരുടെ മുന്നിൽ നമുക്ക് തിരിച്ചും മറുപടി പറഞ്ഞ് കളയാൻ സമയമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിനെ ബാധിക്കുന്ന തരത്തിലുള്ള വേർഡ്സ് ഒരിക്കലും കേൾക്കാതിരിക്കുക. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ ആദ്യത്തെ ആൾ നമ്മൾ തന്നെയാണ്. ഓക്കെ. കാരണം നമുക്ക് വേണ്ടി
നമ്മൾ തന്നെ വളരെയധികം പ്രയത്നിച്ചാലേ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. ഒബ്വിയസ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്നാലും അത് എന്താണ് നമ്മൾ വിചാരിച്ചാലേ നമുക്ക് എന്നാലും എത്താൻ പറ്റുള്ളൂ. ഒരു നിലയിൽ എത്താൻ പറ്റുള്ളൂ അല്ലെ, നല്ലൊരു നിലയിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും ഒരു പോസിറ്റിവിറ്റിയോട് കൂടി തന്നെ ആയിരിക്കുക. സോ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് പ്രൂവ് യുവർസെൽഫ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുക. ഒരിക്കലും നടന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, അതായത് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കാം. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ. ഓക്കെ. അതിന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. എനിക്കറിയാം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ. പക്ഷേ എത്രയൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലും കുറേയധികം കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ മാറി മറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ്, നമ്മുടെ ആരോഗ്യം എല്ലാം പലതരത്തിൽ ബാധിക്കപ്പെടും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും പഠിക്കണം. എന്നിട്ടും നമുക്ക് ചില എക്സാമുകളിൽ തെറ്റാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ്. നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണെങ്കിലും എല്ലാം നമുക്കറിയാം, നമ്മളുടെ ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് പറഞ്ഞത്, പുതിയൊരു എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്തെടുക്കണം. എന്തൊക്കെ ഇനി ചെയ്യണം, എന്തൊക്കെ മാറ്റങ്ങൾ ഇനി മുന്നിൽ, അതായത് മുന്നേ പിന്തുടർന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായിട്ട് ഇനി വരുന്നതിൽ ചെയ്യണം എന്നുള്ളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത്. ഇത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. ഓക്കെ. എനിവേസ് നമുക്ക് സ്റ്റഡി പ്ലാനൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ വരുന്നുണ്ട്, അതിൻ്റെയും അതുപോലെ തന്നെ മെയിൻസ് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു ഫോർ